വെറ്ററിനറി സർവകലാശാലയിലും ബി.സി നിയമനത്തിന് സർക്കാർ വക സമാന്തര സെർച്ച് കമ്മിറ്റി. വെറ്ററിനറി സർവകലാശാലയിൽ ജെ.എസ്. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരുന്ന വൈസ് ചാൻസലർ ഡോക്ടർ എം.ആർ. ശശീന്ദ്രനാഥിന്റെ കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് പുതിയ വി.സിയെ കണ്ടെത്തുന്നതിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവായത്. സാങ്കേതിക സർവകലാശാലയിൽ ഗവർണർ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റിക്ക് സമാന്തരമായി സർക്കാർ മറ്റൊരു കമ്മിറ്റി രൂപീകരിച്ചതിന് സമാനമായാണ് സർക്കാരിന്റെ പുതിയ ഉത്തരവ്. മൃഗസംരക്ഷണ വകുപ്പാണ് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയത്. യൂണിവേഴ്സിറ്റി നിയമത്തിലുള്ള ഗവർണറുടെ പ്രതിനിധിയെ ഒഴിവാക്കിയാണ് സർക്കാരിന്റെ ഉത്തരവ്. യൂണിവേഴ്സിറ്റി നിയമത്തിൽ നിന്നും വ്യത്യസ്തമായി സർവകലാശാലയുടെയും ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന്റെയും പ്രതിനിധികളെ സർക്കാർ കമ്മിറ്റിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കമ്മിറ്റി അംഗങ്ങളുടെ പേരുകൾ പ്രത്യേക ഉത്തരവായി പിന്നീട് തീരുമാനിക്കും. സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ ഉടനടി നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡോക്ടർ മേരി ജോർജ് ഗവർണറെയും സർക്കാരിനെയും എതിർകക്ഷികളാക്കി ഫയൽ ചെയ്തിട്ടുള്ള ഹർജിയിൽ നാളെ വാദം കേൾക്കാനിരിക്കെയാണ് ഗവർണർ രൂപീകരിച്ച കമ്മിറ്റികൾക്ക് സമാന്തരമായി സർക്കാർ പുതിയ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്. കമ്മിറ്റി ആര് രൂപീകരിക്കണമെന്നത് സംബന്ധിച്ച് സർവകലാശാല നിയമത്തിൽ വ്യക്തതയില്ലാത്തതുകൊണ്ടാണ് സർക്കാർ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതെന്നാണ് സർക്കാർ നിലപാട്. വൈസ് ചാൻസലർമാരുടെ നിയമന അധികാരി കൂടിയായ ഗവർണറാണ് സെർച്ച് കമ്മിറ്റികൾ കാലങ്ങളായി രൂപീകരിക്കുന്നത്. പുതിയ വാദമുഖങ്ങൾ തുറന്ന് ഹർജികളിൽ തീർപ്പാകുന്നതുവരെ വി.സി നിയമനങ്ങൾ നീട്ടുക എന്നതാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. സെപ്റ്റംബറിൽ ഗവർണറുടെ കാലാവധി അവസാനിക്കുമെന്ന കണക്കുകൂട്ടലും സർക്കാരിന് മുന്നിലുണ്ട്. കേരളയിലും എം.ജിയിലും യൂണിവേഴ്സിറ്റി പ്രതിനിധികളെ നൽകാൻ CPM വിമുഖത കാട്ടിയിരുന്നു. എന്നാൽ സർക്കാർ രൂപീകരിക്കുന്ന സെർച്ച് കമ്മിറ്റിയിലേക്ക് യൂണിവേഴ്സിറ്റി പ്രതിനിധികളെ ഉൾപ്പെടുത്തും. ജൂലൈ 19 സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള സെനറ്റിന്റെ പ്രതിനിധിയെ നിശ്ചയിക്കുന്നതിന് കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റിന്റെ പ്രത്യേക യോഗം ചേരുന്നുണ്ട്.